ഹായ് വിശുമരെ, അപ്പോൾ എല്ലാവർക്കും വലിയ വ്ളോഗിലേക്ക് സ്വാഗതം. അങ്ങനത്തെ ഒരു വെടിക്കെട്ട് വ്ളോഗാണ് കേട്ടോ. ഇന്നത്തെ നല്ല അടിപൊളി വ്ളോഗാണ്. എൻ്റെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അല്ലേ? അതെ, നല്ല അടിപൊളി ഒരു വ്ളോഗാണ്. അതായത് നല്ല പ്രകൃതി ഭംഗിയും നല്ല മലനിരകളൊക്കെ ഉള്ള നല്ല അടിപൊളി ഒരു സ്പോട്ടാണ്. അപ്പോൾ മെയിനായിട്ട് ഇതൊന്നും അല്ല കേട്ടോ ഞാൻ പറയാൻ വന്ന വിഷയം. അതൊന്നുമല്ല. ഇവിടെ നല്ലൊരു എന്താ പറയുക, ഉദ്ഘാടനത്തിന് മുമ്പേ വൈറലായിട്ടുള്ള ഒരു പാലം കാണാനാണ് ഇന്ന് ഞാനും നമ്മുടെ ഷൈജോട്ടും കൂടെ പോകുന്നത്. അപ്പോൾ അത് കറക്റ്റ് സ്ഥലം ഏതെന്ന് പറഞ്ഞാൽ കുമ്പിച്ചൽ കടവാണ് കേട്ടോ. കുമ്പിച്ചൽ കടവ് പാലമാണ്. അപ്പോൾ ഇപ്പോഴത്തെ പുതിയതായിട്ട് പണിത പാലമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താ പറയുക, ഒത്തിരി ന്യൂസുകളിലും ഒത്തിരി വൈറലായിട്ടുള്ള ഒരു പാലമാണ് കേട്ടോ ഈ പാലം. അതായത് പിന്നെ ഇതിനൊരു വലിയ കഥ ഇവിടെ ഉണ്ട് കേട്ടോ. അതായത് പണ്ട് ഇവിടെ നിന്നൊരു വള്ളക്കടത്തായിരുന്നു കേട്ടോ ഈ പാലം വരുന്നതിന് മുൻപ് വരെ. അപ്പോൾ ആ ഒരു കടത്തായിരുന്നു ഇവിടെ നിന്ന് അക്കരെയായിട്ടുള്ള ഒരു ഗ്രാമമായിട്ട് ബന്ധിപ്പിക്കുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ വള്ളമാർഗ്ഗം മാത്രമേ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ പറ്റത്തുണ്ടായിരുന്നുള്ളൂ. എങ്കിലും മച്ചാൻ വരെ ഞാൻ വീഡിയോ ഇത് വിശദമായിട്ട് ബാക്കി പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ വല സൈഡിലൂടെ പോയി നമുക്ക് ആ താഴത്തെ പാലത്തിൻ്റെ താഴെ പോകാം. എങ്കിലും ഞാനത് ഈ മോൾ ഭാഗത്തൂടെ തന്നെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ടോ. അപ്പോൾ ഷൈജോട്ടിന് ആദ്യമേ അവിടെ പോയി എങ്ങനെ പുള്ളി സെറ്റായിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അവിടുത്തെ കാഴ്ചകൾ കാണാൻ ഭയങ്കര മനോഹരമാണ്. പിന്നെ അത് മാത്രമല്ല നല്ല വെടിക്കെട്ടും മഴയും. അപ്പോൾ ഞാൻ ഇതിൻ്റെ വോളിയം വെച്ചിട്ടില്ല കേട്ടോ. കാര്യം വോളിയം വെക്കാമെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ മറു സൈഡിലൊക്കെ ഒത്തിരി കുഞ്ഞു കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവരെല്ലാം കിടന്ന് ഭയങ്കര വിളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മഴയാണെങ്കിലും ഉണ്ടായിരുന്നു. ഞാൻ മാക്സിമം നമ്മളെ ആൾക്കാരൊക്കെ എല്ലാവരും ഒഴിവാക്കിയിട്ടാണ് കേട്ടോ വീഡിയോ പിടിച്ചത്. ഒരുപക്ഷെ നമ്മൾ അവരുടെ പ്രൈവസി നമ്മൾ കൈയടത്താൻ പാടില്ലല്ലോ. അവർക്ക് ചിലപ്പോൾ അത് ഇഷ്ടം കാണത്തില്ല. എങ്കിലും ജസ്റ്റ് ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാലത്തിൻ്റെ അറ്റത്തായിട്ട് കാണുന്നത് ഒരു ചേട്ടൻ അവിടെ നിന്നിട്ട് ഈ അച്ചാർ ഐറ്റംസ് ഒക്കെ വിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നല്ല ശക്തമായിട്ടുള്ള മഴയാണ് കേട്ടോ. ആ മഴ ഒന്ന് ശാന്തമായപ്പോഴാണ് ഞാനത് വീണ്ടും ഇങ്ങോട്ട് ഇറങ്ങി വീഡിയോ പിടിക്കുന്നത് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത ഒത്തിരി ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പ്ലേസ് കൂടെയാണ് കേട്ടോ. അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു ആൽബങ്ങളും അങ്ങനെയൊക്കെയുള്ള ഒത്തിരി വർക്കൊക്കെ ചെയ്ത് ഇവിടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിപ്പുണ്ട് കേട്ടോ. അതായത് ഞാൻ വരുന്ന സമയത്തും അല്ലെങ്കിൽ ഇതിന് മുൻപും ഞാൻ അങ്ങനെ ഒത്തിരി വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്തായാലും ഞാനിത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ ഞാൻ ഒരു 3 വർഷത്തിനൊക്കെ ഒരു 3-4 വർഷത്തിനൊക്കെ മുൻപുള്ള വീഡിയോസൊക്കെ ഞാൻ കണ്ടു കേട്ടോ. അതായത് ഈ പാലത്തിൻ്റെ ഫസ്റ്റ് പണി സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ട് ഓരോ അടിപൊളി ചങ്കന്മാരൊക്കെ അതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ആ ഒരു ആദ്യം ഇങ്ങനെ കിടക്കുന്നതും ആ വള്ളക്കടവായിട്ടുള്ളതും പിന്നെ അതിനുശേഷം പില്ലർ നിർത്തി ഇങ്ങനെ പാലം സെറ്റായി വരുന്നതും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വീഡിയോസൊക്കെ കണ്ടു. എന്തായാലും ചങ്ങന്മാരെ ഒരു 5 തലമുറയിൽ കൂടുതലോളം വരും കേട്ടോ. അവരുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു പാലം. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഇതെങ്ങനെയാണോ കാര്യങ്ങൾ, ഇതിൻ്റെ ഫണ്ട് കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അതെല്ലാം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും കേട്ടോ. അപ്പോൾ ഇവിടുത്തെ അച്ചാറും കാര്യങ്ങളൊക്കെ വിറ്റ്. പിന്നെ ഞാൻ പറഞ്ഞ ഏറ്റവും അധികം ഫോട്ടോഷൂട്ട് നടത്തുന്ന ഒരു പ്ലേസാണ് ഇത് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ലൊക്കേഷൻ. അതായത് ഒരു കുഞ്ഞു ദ്വീപാണ്. ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതായത് ഒരു കുഞ്ഞു ദ്വീപ് പോലെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് അതായത് ഈ മലനിര ഉണ്ടല്ലോ, ഒരു 3 പോലെ ഇങ്ങനെ 3 കുന്ന് പോലെ ഇങ്ങനെ നിൽക്കുന്നത് ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തു കേട്ടോ. നമ്മുടെ കോട്ടയം കുഞ്ഞച്ചൻ ഷൂട്ട് ചെയ്ത ഒരു പള്ളി അമ്പൂരിയിലെ. അപ്പോൾ ഇതും മെയിനായിട്ട് അമ്പൂരിയാണ് കേട്ടോ. നമ്മളെ അമ്പൂരി കുമ്പച്ചൽ കടവ്. അതായത് ഇത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അമ്പൂരിൽ നിന്ന് നമ്മൾ നേരെ ലെഫ്റ്റ് തിരിഞ്ഞ് വരുമ്പോഴത്തേക്കും പൂച്ചമുക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കേട്ടോ. പൂച്ചമുക്കിൽ നിന്നും നമ്മൾ നേരെ റൈറ്റ് തിരിയണം. റൈറ്റ് തിരിഞ്ഞ് നേരെ വരുന്നത് നമ്മുടെ ഈ പ്ലേസിലാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലം കൂടെയാണ് ഇത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ കണ്ടോ. ഒരു ദ്വീപ് പോലെ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ബാക്കിലത്തെ ഒരു സീനറിയും കാര്യങ്ങളൊക്കെ ഇതൊക്കെ നല്ലപോലെ ഒത്തിരി കൂട്ടുകാർ വന്ന് ഇവിടെ നിന്നാണ് കേട്ടോ കൂടുതലായിട്ട് അവർ ഫോട്ടോസും കാര്യങ്ങളും എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ആ കച്ചവടക്കാരൊക്കെ ഉണ്ട്. എങ്കിലും ഒത്തിരി കൂട്ടുകാരും ഇതിൻ്റെ മറു സൈഡിലായിട്ടൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ പാലത്തിൻ്റെ ഈ അറ്റത്ത് നിന്ന് മാത്രമാണ് കേട്ടോ വീഡിയോ പിടിച്ചത്. ഇതിൻ്റെ മറു സൈഡിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് താഴെ ഇറങ്ങി വരുന്ന സമയത്ത് അതിന് തൊട്ടടുത്ത് ഒരു കുരിശടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി കാഴ്ച എന്ന് പറഞ്ഞാൽ അടിപൊളി കാഴ്ച. ചങ്ങന്മാരെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ തിരുവനന്തപുരം ജില്ലയിലെ ഇങ്ങനത്തെ നല്ല കിടിലൻ സ്പോട്ട് തപ്പി നടക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ അമ്പൂരിൽ തന്നെ ഏകദേശം ഒരു ഒത്തിരി സ്പോട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. മഴ ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഒരു തൊപ്പിയോ അല്ലെങ്കിൽ ഒന്നുമില്ല. പക്ഷേ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. ഹെൽമെറ്റ് ഒന്ന് വണ്ടിയിൽ വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് നടന്നിറങ്ങിയത്. അപ്പോൾ എന്തായാലും ഈ 2 കൈ പിടിച്ചിരിക്കുന്ന മറ്റൊന്നുമില്ല കേട്ടോ. ഒന്ന് ഇതിനെ മൊബൈൽ നനയാത്ത രീതിയിൽ ഒരു സെറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട്. എങ്കിലും കുഴപ്പമില്ല. അവിടെ നിന്നൊക്കെ അടിച്ച് കറങ്ങി നമ്മൾ ഈ പാലത്തിൻ്റെ അടിഭാഗത്തോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഒത്തിരി വർഷങ്ങളെടുത്ത് ചെയ്ത ഒരു അടിപൊളി വർക്കാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അത് ഉദ്ഘാടനത്തിലോട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ചെങ്ങാളെ ഇതിൻ്റെ അടിഭാഗമെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ സാധാ ഒത്തിരി പാലങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷേ ഈ മലയോര പ്രദേശങ്ങളിൽ ഒരു പ്രദേശത്ത് ഇതുപോലൊരു വലിയൊരു പാലം, അത് ഇത്രയും നീളത്തിലും നല്ല അടിപൊളി ഒരു പാലം എനിക്കൊന്ന് തിരുവനന്തപുരം ജില്ലയിൽ വേറെ ചിലപ്പോൾ കാണത്തില്ല കേട്ടോ. അത്യാവശ്യം നല്ല ലോങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഞാൻ ഇനി എന്തെങ്കിലും അടുത്ത ഈ സ്ഥലത്ത് പോകുന്ന സമയത്ത് ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിലൊക്കെ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി കൂട്ടുകാരന്മാർ ഇതിൻ്റെ വിശദമായിട്ടുള്ള ഒത്തിരി വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ.
പിന്നെ ഇത് ഇതിൻ്റെ ഈ മല സൈഡിലായിട്ടാണോ ഞാൻ പറഞ്ഞ നമ്മളെ മറ്റേ ആ ഒരു ചെറിയ ദ്വീപ് പോലുള്ളത് വല സൈഡിൽ. ഇപ്പോൾ ഈ ഇടത് സൈഡിലുള്ള പാലത്തിൻ്റെ അറ്റത്ത് ഒരു കുഞ്ഞൊരു ഷെഡ് പോലെ കാണുന്നതാണ് അവിടുത്തെ ഒരു കുഞ്ഞു കുരിച്ചടി കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ടൊക്കെ പോകണമെന്ന് ഓർത്താണ് കേട്ടോ. പക്ഷേ മഴ ഒരു രക്ഷയില്ല ചങ്ങന്മാരെ, നല്ല വെടിക്കെട്ടി മഴയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പിന്നെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് അടിപൊളി ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഫുഡിന് വേണ്ടിയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് പേടിക്കേണ്ട. അവിടെ ഫുഡ് ഒക്കെ കിട്ടുന്ന അടിപൊളി നല്ല ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല നമ്മൾ ഇങ്ങോട്ട് ഈ കടവിലോട്ട് വരുന്നതിനടുത്തുള്ള ആ ഒരു പൂച്ചമുക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലം കേട്ടോ. ആ പൂച്ചമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾക്ക് ആവശ്യത്തിന്, അതായത് ഒത്തിരി നല്ല അടിപൊളി ഹോട്ടൽ കാര്യങ്ങൾ, അവിടെ ഒരുപാട് ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒത്തിരി വിനോദസഞ്ചാരികൾ വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം കൂടെയാണ്. പക്ഷേ ഇത്രയും മഴയാണെങ്കിലും ഞാനത് ഈ താഴത്തെ ഭാഗമെല്ലാം വീട് നമ്മൾ പിടിച്ചതിന് ശേഷം മുകളിൽ പോകുന്ന സമയത്ത് ഇപ്പോൾ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് മഴ മാറി കേട്ടോ. ഒത്തിരി കോളേജ് കുട്ടികളും ഒത്തിരി ഫാമിലീസൊക്കെ അങ്ങനെ വന്ന് ഒത്തിരി പേര് ഇതേ സമയം ചിലവഴിക്കുന്ന, അത് മാത്രമല്ല സെൽഫി ഫോട്ടോ എടുക്കുന്ന ഒരു മെയിൻ സ്പോട്ട് തന്നെ കേട്ടോ. ഇത് അക്കരക്കരയിലൊക്കെ ആ മലയുടെ ആ ഭാഗത്തൊക്കെ നല്ല മഴ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാനൊന്നും പറയണ്ടല്ലോ, നമ്മൾ ഈ മലയോര പ്രദേശങ്ങളിലെ അവിടുത്തെ ഒരു കാലാവസ്ഥ ഒരു പ്രത്യേകതയാണ് കേട്ടോ. മഴ തുടങ്ങിയാൽ അങ്ങനെ പെട്ടെന്നൊന്നും മാറത്തില്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല ശക്തമായിട്ടുള്ള മഴ തന്നെയാണ്. അപ്പോൾ ഈ വല സൈഡിലുള്ളത് ദ്വീപുമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നേരത്തേക്കാണെങ്കിൽ ആ വള്ളത്തിൽ നമുക്കങ്ങനെ അക്കരക്കരയിലൊക്കെ പോകായിരുന്നു, അടിച്ച് പൊളിക്കായിരുന്നു. ചങ്ങന്മാരെ ഇപ്പോൾ അതൊന്നും ഇല്ല കേട്ടോ. അപ്പോഴത്തേ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഇതേപോലത്തെ കിട്ടുന്ന സ്പോട്ടുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ഓക്കെ.